പൊസിഷൻ വെലോസിറ്റി റിലേഷൻ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് v² = u² + 2as എന്നുള്ള ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ s = ut + ½ എന്ന പൊസിഷൻ ടൈം റിലേഷനും v = u + at എന്നുള്ള വെലോസിറ്റി ടൈം റിലേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ കൂടി കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മുടെ കഴിഞ്ഞു. നോക്കാം. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ അത് y ആക്സിസിലും വെലോസിറ്റി എന്ന് പറയുന്നത് x ആക്സിസിലും വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് പൊസിഷൻ വെലോസിറ്റി ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനാണ് രണ്ട് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും കൂടി ആഡ് ചെയ്യുക, /2 ചെയ്യുക, അതായത് v + u/2. അതാണ് ആവറേജ്. നമ്മൾ രണ്ട് സാധനങ്ങളുടെ ആവറേജ് കാണാൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യും, /2 ചെയ്യും. അതുപോലെ നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടു. ഇനി നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം, v - u = at. നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഡെറിവേഷൻ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. v - u = at. ഇതെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന a = v - u/t ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അതിൽ t ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ at = v - u, അത്രേ ഉള്ളൂ. അത് അന്ന് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ. ഇനി ഈ ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ടീനെ അവിടെ നിർത്തി നമ്മൾ ആനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ v - u/a = t എന്നാവും. ടീനെ അവിടെ നിർത്തി ആനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇനി അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അറിയാവുന്ന ഇക്വേഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് = ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ടൈമിൻ്റെ v/u-ലുമുള്ളൊരു ഇക്വേഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ആവറേജ് വെലോസിറ്റിയിൽ അവിടെ നമ്മൾ v + u/2 കൊടുത്തു. ഇതെവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ s എന്ന് എഴുതി. = ആവറേജ് വെലോസിറ്റിയിൽ അവിടെ v + u/2 അത് ഇവിടേക്ക് എഴുതി. ഇനി ടിയുടെ ഇക്വേഷൻ v - u/a അത് ഇങ്ങോട്ട് എഴുതി. ഇതിപ്പോൾ x + y × x - y അതുപോലെയാണ് കിടക്കുന്നത്, x + y × x - y. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് ബുക്കിൽ ചെയ്യാം. ഇപ്പോൾ അത് കിടക്കുന്നത് s = x + y × x - y എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x + y × x - y എന്ന് പറയുന്നത് x² - y² ആണ്. ഇത് ഇക്വേഷനാണ്. ഇതറിയണം നമുക്ക്. ഇനി അവിടെ വന്നിട്ടുള്ളത് s = v + u × v - u/2 ഉണ്ട്, /a ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു ചെയ്യുമ്പോൾ v² - u² എന്ന ഫോർമാറ്റിൽ എഴുതാം ഇതുപോലെ. സോ s = v² - u²/2 × a 2a. അപ്പോൾ അത് കിട്ടി. ഇനി കാണേണ്ടത് v² ആണ്. ഈ 2aനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ 2a × s = v² - u². -u² ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ +u². അപ്പോൾ v²ലെ ആൻസർ കിട്ടും 2as + u² = v². ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ആൻസറായി. ഇതിനെ ഇങ്ങോട്ടും ഇതിനെ അങ്ങോട്ടും കൊണ്ടുപോയാൽ v² സൈൻ മാറില്ല, ജസ്റ്റ് ഒരു മിറർ ഇമേജ് പോലെ ഇങ്ങോട്ട് മറിയുന്നുള്ളൂ, സൈനൊന്നും മാറില്ല. u² + 2as. ഇത് ഡെറിവേഷൻ പഠിക്കണം. താങ്ക് യു.